ചാലക്കുടി മലക്കപ്പാറ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്ന ദുരിതത്തിലേക്കെന്ന ജീവനക്കാരുടെ മുന്നറിയിപ്പ്. ഇതുകാരണം ഓവർലോഡാണ്. പ്രിയദർശിനി യാത്ര വന്നതിന് ശേഷമാണ് യാത്രക്കാരുടെ ക്രമാതീതമായ വർധനവ് ഉണ്ടായിരിക്കുന്നത്. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വൻ ദുരന്തമെന്നും ജീവനക്കാർ സൂചിപ്പിക്കുന്നു. നിയമപ്രകാരം കൊണ്ടുപോകാവുന്ന പരമാവധി യാത്രക്കാരുടെ എണ്ണം 64. ഇപ്പോഴാകട്ടെ ഓടുന്നത് 100ഉം 120ഉം യാത്രക്കാരെ വെച്ച്. ഇതിൽ 80 മുതൽ 90% യാത്രക്കാർ സ്ത്രീകൾ. യാത്രക്കാരുടെ ക്രമാതീത വർധനവ് പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതിന് ശേഷം. വിഷയം ചൂണ്ടിക്കാട്ടി ജീവനക്കാരുടെ സംഘടനയായ ഇൻഡിപെൻഡൻസ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് ഫെഡറേഷൻ ഗതാഗത മന്ത്രിക്കും ട്രാൻസ്പോർട്ട് CMDക്കും ചാലക്കുടി യൂണിറ്റ് അധികാരിക്കും ഉൾപ്പെടെ കത്ത് നൽകി. അതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെയുള്ള 80 കിലോമീറ്റർ ദൂരം ഒറ്റവരി പാതയാണ്. ഒരു വശം വലിയ കൊക്കയുള്ള ഈ പാതയിൽ 9 ഹെയർ പിൻ വളവുകളുണ്ട്. ഓരോ ഹെയർ പിൻ വളവുകളും കടക്കണമെങ്കിൽ ഒറ്റ തവണയെങ്കിലും ചുരുങ്ങിയത് ബസ് പുറകോട്ടെടുക്കണം. ഓവർലോഡ് മൂലം ബസ്സുകൾ പുറകോട്ടെടുക്കുമ്പോൾ പലപ്പോഴും ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടുന്നില്ല എന്ന് ഡ്രൈവർമാർ പറയുന്നു. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് ഒരു ദിവസം ഓടുന്നത് 4 KSRTC ബസ്സുകൾ. പല ബസ്സുകളും 15 വർഷത്തിലധികം പഴക്കമുള്ളവയാണ്. 11 മണിക്ക് ചാലക്കുടിയിൽ നിന്നുള്ള സർവീസ് പുനരാരംഭിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. കൂടുതൽ ബസ്സുകൾ ഈ റൂട്ടിൽ ഓടിക്കണമെന്നും ജീവനക്കാർ പറയുന്നു. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വൻ ദുരന്തമെന്നും ജീവനക്കാരുടെ മുന്നറിയിപ്പ്. ഇത് വളരെ വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നു. കാരണം അതിരപ്പള്ളിക്ക് ശേഷം മലക്കപ്പാറ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 70 കിലോമീറ്ററോളം വരും. ഈ ദൂരം മുഴുവൻ സിംഗിൾ റോഡാണ്. 2 വണ്ടികൾ പരസ്പരം ഒരേ സമയം കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും കാരണവശാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് നമുക്ക് സൈഡ് കൊടുക്കേണ്ടി വന്നാൽ പല സ്ഥലങ്ങളിലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. മാത്രമല്ല റിവേഴ്സ് കൊണ്ടുവന്നിട്ട് വേണം പലപ്പോഴും സൈഡ് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. ഇപ്പൊ ഓവർലോഡുമായി പോകുന്ന ഇത്തരം 100നും 120നും ഇടയ്ക്ക് അല്ലെങ്കിൽ 100ൽ പല യാത്രക്കാരെ കൊണ്ട് സർവീസ് നടത്തുന്ന സമയത്ത് അവിടെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കാരണം റോഡിൽ നിന്നും സൈഡ് ഇറക്കി വണ്ടി സൈഡ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും മണ്ണിൽ പൂണ്ടുപോകുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം നിലവിൽ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.